ഞാൻ ഡോക്ടർ രഞ്ജിത്ത് ഉണ്ണികൃഷ്ണൻ, അപ്പോളോ അറ്റ്ലക്സ് ആശുപത്രിയിലെ ക്രിട്ടിക്കൽ കെയർ വിഭാഗം മേധാവിയാണ്. പലപ്പോഴും ICUകളെ പറ്റി, അതിൻ്റെ പേരുകളെ പറ്റി തന്നെ ധാരാളം മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ലൈക്ക് പീഡിയാട്രിക് ICU, ന്യൂനേറ്റൽ ICU, CCU, NSICU, ന്യൂറോ ICU, MD ICU. പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗുരുതരമായ അവസ്ഥയിലുള്ള രോഗികളെ ചികിത്സിക്കുന്ന ഏരിയകളാണ് ICU. ഒരു ടീം ഓഫ് ആൾക്കാരുണ്ടാവും, ഡോക്ടർമാരും നഴ്സുമാരും ഡയറ്റീഷ്യൻസും ഫിസിയോതെറാപ്പിസ്റ്റും അടങ്ങിയ ഒരു വലിയ ടീം ഓഫ് ആളുകൾ ആണ് അതിനകത്ത് നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തമ്മിലുള്ള വേർതിരിവെന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും ഒരു അവയവത്തിൻ്റെ ബേസിൽ, ലൈക്ക് ലിവർ ICU ആ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ, അല്ലെങ്കിൽ ന്യൂറോ ICU, ന്യൂറോ സർജിക്കൽ ICU, CCU എന്ന് വെച്ചാൽ കൊറോണറിയിലെ കാർഡിയക് ICU, MD ICU എന്ന് പറഞ്ഞാൽ മൾട്ടി ഡിസിപ്ലിനറി ICU, ഇങ്ങനെ പല വിഭാഗങ്ങളായിട്ട് ഇതാക്കാറുണ്ട്. ഒരു മൾട്ടി ഡിസിപ്ലിനറി ICU എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പല അവയവങ്ങൾക്കും കേട് വന്നിട്ടുള്ള, സെപ്സിസ് വന്നു, മൾട്ടി ഓർഗൻ ഫെയിലറിലോട്ട് പോയി, അങ്ങനെയൊക്കെയുള്ള ക്രിട്ടിക്കൽ കെയറിന് വളരെയധികം ആക്റ്റീവ് ഇൻവോൾവ്മെൻ്റ് ഉള്ള സ്ഥലങ്ങളാണ് മൾട്ടി ഡിസിപ്ലിനറി ICUs ആയിട്ടുള്ള. അവിടെയാണ് ക്രിട്ടിക്കൽ കെയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വരുന്നത്. അതല്ലാതെ തന്നെ എല്ലാ വിഭാഗം ICUകളും, ഓരോ അവയവങ്ങളുടെ ബേസിലുള്ള ICUലും ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിന് അതിൻ്റെതായ റോളുണ്ട്. അപ്പോൾ അതാത് വിഭാഗത്തിലെ കൺസൾട്ടൻസിൻ്റെ, ഇപ്പോൾ കാർഡിയക് ICUലാണെങ്കിൽ കാർഡിയോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ കാർഡിയക് സർജൻസിൻ്റെയോ സഹായത്തോടെ നമ്മൾ ICU റൺ ചെയ്യുന്നു. അതേപോലെ ഓരോ ഏരിയകളിലും അതാത് കൺസൾട്ടൻസിൻ്റെ കൂടി സഹായത്തോടെ അത് റൺ ചെയ്യുന്നു. പൊതുവെ പറഞ്ഞാൽ പല കൺസൾട്ടൻസും പല വിഭാഗങ്ങളും ചേർന്ന് ക്രിട്ടിക്കൽ കെയർ ഇൻറ്റൻസീവിസ്റ്റ്, അതായത് ICU കൺസൾട്ടൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു, അതാണ് ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു, ശരിക്കും ഒരു ICUയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട വർക്ക് അതാണ്. നന്ദി.